ഈ വെള്ളത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനോട് രണ്ട് കാര്യങ്ങൾ നന്ദി കാണിക്കാൻ നമുക്ക്. ആ നന്ദി നമ്മൾ കാണിച്ചാൽ മാത്രമേ അല്ലാഹു നമുക്ക് ആകാശ ലോകത്ത് നിന്ന് മഴ ഇറക്കി തരുള്ളൂ. അതാ ഇവിടെ മഴത്തുള്ളി ഇറക്കുന്ന വിഷയം വന്നിട്ട് അല്ലാഹു പറയുന്നു ഫലൗലാ തശ്കുറൂ, നിങ്ങൾ നന്ദി കാണിക്കണമെന്ന് പറയുന്നത് എപ്പോഴാണ്? അല്ലാഹ് ആകാശത്തിന്റെ മേഘക്കീറിൽ നിന്ന് മഴ സമൃദ്ധമായി പെയ്യിപ്പിക്കുന്ന കഥ പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ നന്ദി കാണിച്ചാലേ വീണ്ടും മഴ തരുള്ളൂ. അത് ദുബായിൽ പെയ്ത മഴയല്ല, അത് ഒമാനിൽ പെയ്യുന്ന മഴയല്ല, അത് സൗദിയിൽ പെയ്ത മഴയല്ല, അത് അജ്മാനിലും റാസൽ ഖൈമയിലും ഫുജൈറയിലും ഒമാനിലും പെയ്ത മഴയല്ല. പ്രിയപ്പെട്ടവരെ, ആ മഴ ഏതാണ്? അതും നമുക്ക് നിഅമത്തിന്റെ മഴയാകണം, നിഖ്മത്തിന്റെ മഴയായാ പോരാ. നമുക്ക് അല്ലാഹു തരുന്ന മഴ അനുഗ്രഹത്തിൻ്റെതാകണം, നിഗ്രഹത്തിൻ്റെതാകരുത്. അതുകൊണ്ട് നമുക്ക് റബ്ബിനോട് നന്ദി കാണിക്കണം. അതിന് ഒന്നാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ സഹോദരിമാര്? ശ്രദ്ധിക്കാൻ വേണ്ടി കിട്ടാ ഞാൻ ആദ്യം നിങ്ങളോട് തന്നെയാണ് അത് പറയുന്നത്. കുടിവെള്ളത്തിന് അല്ലാഹു തരുന്ന മഴവെള്ളത്തിനോട് നമുക്കൊരു നന്ദി വേണം. ആ നന്ദി ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാഹു പറയുന്നു കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ദുർവ്യയം ചെയ്യല്ലേ പെങ്ങളെ, ദുർവ്യയം ചെയ്യല്ലേ. കുടിക്കാം തിന്നാം ഒക്കെ ചെയ്യാം, പക്ഷേ അതിൽ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഇന്ന് ഈ സമുദായത്തിന്റെ ആളുകളുടെ കല്യാണത്തിന് ബാക്കി വരുന്ന ഭക്ഷണത്തിന്റെ ചെമ്പ് കണക്കിന് ഭക്ഷണത്തിന്റെ കണക്കറിയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മോശമായ പ്രവർത്തനം അതാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പെടാപാടുപെടുന്ന, കണ്ണ് കുടിഞ്ഞ് കവള് കുഴിഞ്ഞിട്ട് എല്ലുന്തി വയറൊട്ടിപ്പോയ പട്ടിണി പേക്കോലങ്ങൾ ലോകത്ത് താമസിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മളിൽ പലരുടെയും കല്യാണത്തിന് വെക്കുന്ന ചെമ്പ് കണക്കിന് ബിരിയാണികൾ, ബാലൻസ് വരുന്ന ബിരിയാണി വീടിന്റെ പിന്നാമ്പുറത്തും ഓഡിറ്റോറിയത്തിന്റെ അടുക്കളയുടെ മുറ്റത്തു കുഴിച്ചിട്ടിട്ടും ബാക്കി വരുമ്പോഴാണ് പിന്നെ അറബി കോളേജിൽ കൊടുക്കണമെന്ന ബോധം വരുന്നത്. ഞാൻ പറയുന്നു, ആർക്കും തികയാതെ വരുമ്പോ എല്ലാവരും കഴിച്ചിട്ട് മിച്ചം വരുമ്പോ, ആർക്കും വേണ്ടാതെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ കൂട്ടരൊന്നുമല്ല മുത്തഅല്ലിമീങ്ങള് എന്ന് കരുതി പോകരുത്. മുത്തഅല്ലിമീങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ്. നമ്മൾ കുഴിച്ചിടുന്ന ആഹാരത്തിന് കണക്കുണ്ടോ? സഹോദരങ്ങളെ, കല്യാണങ്ങളിൽ ഒഴിച്ചു കളയുന്ന വെള്ളത്തിന് കണക്കുണ്ടോ? ചിന്തിച്ചു നോക്ക്. എങ്ങനെയാണ് കല്യാണത്തിന് ബറക്കത്ത് വരിക? എങ്ങനെയാണ് പൊന്നുമോളുടെ വിവാഹത്തിന്റെ സന്തോഷം ഉണ്ടാവുക? അതിനകത്ത് കുടിക്കുന്ന വെള്ളം കളയുകയല്ലേ ചെയ്യുന്നത്. നിബിദിനത്തിന്റെ റാലിയിൽ കളയുന്ന വെള്ളത്തിന് കണക്കുണ്ടോ? ഇത് പറഞ്ഞാ മുജാഹിദായി പോകുമെങ്കിൽ 1000 വട്ടം മുജാഹിദായാലും പ്രശ്നമല്ല. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ഒരു തുള്ളി വെള്ളം പാഴാക്കരുത്. കാരണം അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരാണ് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അല്ലാഹ് പറയുന്നു, ദുർവ്യയം ചെയ്യുന്നവന്, ആ ദുർവ്യയം ചെയ്യുന്നവന് ശൈത്താന്റെ കൂട്ടാളിയാണ്, പടച്ചവൻ ഇഷ്ടപ്പെട്ടവനല്ല. അള്ളാന്റെ റസൂലാ പഠിപ്പിച്ചത്. ചില പെണ്ണുങ്ങൾക്ക് എത്ര ഒളുവെടുത്താലും മതി വരാത്ത വസ്വാസ്, എത്ര കുളിച്ചാലും മതി വരില്ലാത്ത വസ്വാസ്. എന്താ ചെയ്യാ? വസ്വാസ് മാറാൻ എന്താ ചെയ്യാ? വസ്വാസ് മാറാൻ ഒറ്റ പണിയേ ഉള്ളൂ. കുളിച്ചിട്ടും ആ മുതുക് നനഞ്ഞിട്ടുണ്ടാവൂല, പുറകുവശം നനഞ്ഞിട്ടുണ്ടാവൂല, ഒളുവെടുക്കുമ്പോൾ മുട്ട് നനഞ്ഞിട്ടുണ്ടാവൂല. ഈ വസ്വാസ് കൊണ്ടുവരുന്നത് ഒരു ശൈത്താനാണ്. ഏത് ശൈത്താൻ? ഉബയ്യ് ഇബ്നു കഅബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നലിൽ വളുഇ, വളു എടുക്കുന്ന വെള്ളത്തിലുണ്ട് ശൈത്താന, ഒരു ശൈത്താൻ. കുളിക്കുമ്പോഴായാലും വളു എടുക്കുമ്പോഴായാലും ശൗചം ചെയ്യുമ്പോഴായാലും കുടിക്കുമ്പോഴായാലും പാകം ചെയ്യുമ്പോഴായാലും വെള്ളവുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല ഒരെണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട്. യുഖാലു ലഹു വലഹാൻ. ആ ശൈത്താന്റെ പേരാണ് വലഹാൻ. നമ്മളെ വലച്ച് കളയും. ആ ശൈത്താന്റെ പേര് വലഹാൻ. ഈ വലഹാൻ എന്ന് പറയുന്ന ശൈത്താനെ പറ്റി റസൂലുള്ളാഹി പറയുന്നു, ഫത്തഖു വസ്വാസൽ മാഇ, നിങ്ങൾ വെള്ളത്തിന്റെ വസ്വാസിനെ സൂക്ഷിക്കേണ്ടത് വലഹാൻ എന്ന് പറയുന്ന ശൈത്താനിൽ നിന്നാണ്. നിങ്ങളെ പഴപ്പിച്ച് കളയും. നമുക്കൊരു ബോധ്യമുണ്ടായാൽ മതി. കുളിച്ചു, അൽഹംദുലില്ലാഹ്.
ഫിഖ്ഹിന്റെ മസല എന്താ? ഒളു എടുത്തെന്ന് ഉറപ്പുണ്ട്, പിന്നീട് മൂത്രം ഒഴിച്ചോ വരുന്ന വഴിയിൽ, അല്ല ഒളു പോയോ, നീ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളെ തൊട്ടോ, ഇങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞ് നടക്കണ്ട, ഇക്കാര്യത്തിന്റെ സമയം തീർന്നു പോകും. ഒളു എടുത്തെന്ന് ഉറപ്പുണ്ടോ, പോയി നിക്കരിക്ക്. അതാണ് ഇസ്ലാമിന്റെ മസല, അതാണ് ഫിഖ്ഹിന്റെ മസല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വലഹാൻ എന്ന പിശാചിൽ നിന്ന് നമ്മൾ കാവൽ തേടണം. അവസാന കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോ എന്നെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് വിളിച്ചാൽ ഒരിക്കലേ, ഒരു വർഷം, ഒരു കൊല്ലം, ഒരു സ്ഥലത്ത് ഒരിക്കലേ എന്ന പ്രസംഗത്തിന് വിളിക്കാറുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ, ചില ആളുകൾക്ക് അത് വിഷമം ഉണ്ടാവും. ചില ആളുകൾക്കെന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് തന്നെ ചിലപ്പോൾ വിഷമം ഉണ്ടായി പോകും. ചില ആളുകൾ പ്രാസോപ്പിച്ച് ദുആ ചെയ്യാറുണ്ട്. അവസാനം പറയുന്ന വാക്ക് തന്നെ അടുത്ത ദുആയിലും അവസാനം ഒരു തരം രസം. ചില ആളുകളൊക്കെ പറയും, ചില കമ്മിറ്റിക്കാർ, ഇവിടെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചില ആളുകൾ പറയും, ഉസ്താദ് ദുആ ഇറക്കുമ്പോൾ പെണ്ണുങ്ങളെ രോമമൊക്കെ എണീച്ചിരിക്കണം. ഈ പെണ്ണുങ്ങളെ രോമം എണീക്കാനാണ് ദുആ ഇറക്കുന്നത്. നല്ല അടിപൊളി ദുആ ആയിരിക്കണം. പ്രസംഗം എങ്ങനെ പോട്ടെ, ദുആ അത് കലക്കണം. ഈ കലക്കാനുള്ള സാധനമാണ് ദുആ എന്ന് പറയുന്നത്. രോമം എണീപ്പിക്കാനുള്ളതാണ് ദുആ എന്ന് പറയുന്നത്. കേട്ടോ, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നഹു സയകൂനു ഫീ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ പിന്നീട് വരും. സയകൂൻ പിന്നീട് വരും. പിന്നീട് എന്ന് പറഞ്ഞാൽ 2024 2050 കഴിഞ്ഞിട്ടാണോ? അല്ല, ഇത് റസൂലാ പറഞ്ഞത്. അന്നില്ല, സഹാബത്തിന്റെ കാലത്തില്ല, പിന്നീട് വരുമെന്നാണ്. അപ്പൊ നമ്മളതെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയാ പറയുന്നത്. എന്താണ് അവരുടെ പ്രത്യേകത? ദുആയിലും ശുദ്ധീകരണത്തിലും പരിധി വിടുന്നവർ. പള്ളിയിൽ വെള്ളിയാഴ്ച വന്നാൽ കാണാം, ചില ആളുകൾ പൈപ്പ് അങ്ങോട്ട് തുറന്നു വിട്ടാൽ മുട്ടു മുതൽ കാല് കഴുകും. ഇവൻ വീട്ടിൽ പോയി നോക്കണം എങ്ങനെയാണെന്ന്. വീട്ടിൽ പോയി നോക്കണം, വെള്ളം തൊട്ടിട്ട് കാലിൽ തുടയ്ക്കുക ചെയ്യുക, കാരണം വെള്ളം ചെലവാകുന്നു പറഞ്ഞു. ഇത് പള്ളിയിലല്ലേ? ആ സമയത്തെങ്ങാനും ഫോൺ വന്നാ പിന്നെ പറയും വേണ്ട. ഇയാള് ടാപ്പും തുറന്നു വിട്ടിട്ട് കാലും എങ്ങനെ വെച്ചോണ്ട് ഫോൺ വിളിച്ചോണ്ട് നിൽക്കുക. വെള്ളം പടച്ചവന്റെ വെള്ളമല്ലേ, പോണെങ്കിൽ പോട്ടെ. ഈ ഒരു ധാരണ, ശുദ്ധീകരണത്തിൽ പരിധി വിടുന്ന ചില ആളുകളുണ്ട്. എത്ര കുളിച്ചാലും കുളിച്ചതായിട്ട് തോന്നൂല, എത്ര ഒതു കൊടുത്താലും മതി വരൂല, എത്ര ശുദ്ധീകരിച്ചാലും വസ്വാസ് കയറിയിട്ട് അവിടെ 500ന്റെയും 1000ന്റെയും ലിറ്റർ വെള്ളം തീർത്തിട്ടല്ലാതെ ഇറങ്ങൂല. അത് ഈ കാലഘട്ടത്തിലെ, ഈ സമുദായത്തിലെ അവസാന കാലഘട്ടം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന ഒരു വലിയ മുസീബത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പിന്നീട് പറഞ്ഞ എന്താണ്? ദുആയിൽ പരിധി വിടുന്ന ആളുകൾ, ദുആയിൽ പരിധി വിടുന്ന ആളുകൾ. ചില സ്ഥലത്ത് ദുആയ്ക്കൊക്കെ പോയാൽ, നാളെ നൗഷാദ് വാക്കവിയല്ലേ, അൽഹംദുലില്ലാ, നൗഷാദ് വാക്കവിയൊക്കെ ഒരു അരമണിക്കൂറുടെ കുറച്ച് കിട്ടിയാൽ അത്രയും സന്തോഷമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ സ്ഥിരം പ്രസംഗിക്കുന്ന ആളുകൾ. നാസിമുദ്ദീൻ മനാനി ഉസ്താദൊക്കെ അങ്ങനെയാ. പഴയകാല നമ്മളെ പോലത്തെ അന്ന് പിന്നെ യൂട്യൂബും ഈ വാട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മൂപ്പരെന്ന് ഇത്രയും ഈ എന്താവാത്തത്, സൂപ്പർ സ്റ്റാർ, അപ്പൊ എന്താണ് സെലിബ്രേറ്റ് ചെയ്യാവാത്തത്. സെലിബ്രേറ്റ് ആകാത്തത് അതുകൊണ്ടാണ്. ഫാൻസ് അസോസിയേഷൻ ഒന്നും അന്ന് ഇത്ര പോലെ ഈ യൂട്യൂബ് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അന്നൊക്കെ ഇത്രയൊക്കെ ആവേണ്ടവരാണ് ആ കാലഘട്ടത്തിലൊക്കെ. ഞാൻ പറയുന്നത്, ചില സ്ഥലത്ത് ദുആ സമ്മേളനത്തിന് പോകും. ഈ മുനിമാര് വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എങ്ങനെ ഇരിക്കുന്നത്, അതും കൂടെ കൊണ്ടുപോകേണ്ടി വരും കൈ വയ്ക്കാൻ. എന്നാലും തീരൂല. പടച്ചോനെ, അവന് നീ റേഷൻ കാർഡ് കൊടുക്കണമല്ല, ആധാർ കാർഡ് കൊടുക്കണമല്ല, ലൈസൻസ് കൊടുക്കണമല്ല, പിന്നെന്താണ് അവന്റെ തിരിച്ചറിയൽ കാർഡ് കൊടുക്കണം തമ്പുരാനെ, അവന് ആധാറിലും റേഷൻ കാർഡിലും ഒരു പേര് കൊടുക്കണേ അല്ല, അക്ഷരം തെറ്റല്ലേ അല്ല. ഇതിനേക്കാളും നല്ലത് ഒറ്റ വാക്കിൽ അല്ല അവന് ആവശ്യമായതൊക്കെ നീ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലെ. അള്ളാഹ്ക്ക് എല്ലാം അറിഞ്ഞുകൂടി അവന് ആധാറില്ല, റേഷൻ കാർഡിൽ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അറിയാമല്ലോ. ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവെ നീ അവിടെ ഖബറിന്റെ അത് കൊടു, ഇത് കൊടു, ഇതൊന്നും ആവശ്യമില്ല. അള്ളാന്റെ റസൂലിന്റെ ദുആ എന്താ നിങ്ങൾ ആലോചിച്ചു. ഹദീസിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് പോട്ടെ, 3 മിനിറ്റ് കൂടുതലുള്ള ദുആ നിങ്ങൾ ഹദീസിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉസ്താദ് ചോദിച്ചു നോക്ക് പോയിട്ട്. ജനങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കരുത്. ചെറിയ ദുആ, അൽഹംദുലില്ലാ, ചെറിയ ദുആ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കഴിഞ്ഞിട്ട് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ദുആ ചെയ്തിട്ട് റാഹത്തായിട്ട് ജനങ്ങളെ ഇടങ്ങേറാക്കരുത്. ഇത് മൂത്രം പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് അവസാനം ഇതൊക്കെ ആമീൻ പറഞ്ഞില്ല, അതിൽ ലയിച്ചു പോയിട്ട് ചാടി എണീക്കുക, എല്ലാം കൂടെ പള്ളിക്കകത്ത് തന്നെ. നീ പള്ളി കഴിവാൻ നമ്മൾ നടക്കണം. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ട കാര്യമാണ്. മദീനയിലെ ഇമാം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടപ്പുറത്തെ പള്ളി മസ്ജിദ് ഖുബ, അവിടുത്തെ ഇമാം മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് തങ്ങൾക്ക് വലിയ വിഷമം, ഖുബാ പള്ളിയിലെ ഇമാം ആയതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. എല്ലാവർക്കും ആ ഭാഗ്യമുണ്ട്.
എനിക്ക് ഇവിടെ ഇമാമത്ത് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് മുത്തുനബിയുടെ പുറകിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സങ്കടം അദ്ദേഹത്തിന് വല്ലാതെ വേട്ടയാടി. അതിന് മൂപ്പര് കണ്ട പണി എന്തെന്നറിയോ? മുആദ് ഇബ്നു ജബൽ തങ്ങൾ കണ്ട മാർഗം, ഇശാക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മദീന പള്ളിയിൽ പോകും. ശ്രദ്ധിച്ച് കേട്ടോ, മദീന പള്ളിയിൽ പോയിട്ട് നബി തങ്ങളുടെ പിന്നിൽ നിന്ന് ഇശാ നിസ്കരിച്ചിട്ട് ഓടി വരും. തൊട്ടപ്പുറത്ത് ഖുബാ പള്ളിയിൽ വന്നിട്ട് ഇമാമത്ത് നിൽക്കും. അങ്ങനെ ചെയ്യാമല്ലോ. ആ ഫർള് നിസ്കാരം രണ്ടാമത് നിസ്കരിക്കുന്ന സുന്നത്തായി പരിഗണിക്കൊന്നാണ്. അങ്ങനെ ഇമാമത്തായി നിൽക്കുമ്പോ എന്നാ പിന്നെ മനുഷ്യൻ ചെറുതോത് ബക്കറ അല്ലാതെ ഓതുകയില്ല. കൈ പിറകിൽ കൈ. അപ്പൊ അവിടെ ഇമാമത്ത് നിസ്കാര ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത്തെ ജമാഅത്ത് ഇവിടെ തുടങ്ങി. എന്നാ ചെറിയ സൂറത്ത് ഓതില്ല, വലിയ സൂറത്തെ ഓതുള്ളൂ. അവസാനം സഹി കേട്ടിട്ട് ഒരു സഹാബി കൈ അഴിച്ചിട്ട് തിരിച്ച് ബാക്കി പോയി ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയി. ഈ വിവരം സഹാബാക്കൾ മുആദ് തങ്ങളെടുത്ത് പറഞ്ഞു, ഇമാമിനോട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇമാം എന്ത് പറയണം? ഇമാം ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇമാം പറഞ്ഞു അവൻ മുനാഫിക്കായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ പോകൂലല്ലോ. ഈ വിവരം ജനങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇമാം എന്നെ മുനാഫിക്കെന്ന് വിളിച്ചു. അള്ളാന്റെ ഹബീബ് എന്ന് പറയുന്ന അവിടത്തെ നീതിമാനായ കോടതിയുടെ മുമ്പിലേക്ക് വിഷയമെത്തുകയാ. എന്നിട്ട് പറഞ്ഞു, നബിയേ, മുആദ് തങ്ങൾ എന്നെ മുനാഫിക്കെന്ന് വിളിച്ചു, സഹിക്കാൻ പറ്റുന്നില്ല. എവിടെ മുആദ്? ഇവിടെ വാ മുആദ്. അള്ളാന്റെ റസൂല് മുആദ് എന്ന് പറയുന്ന സഹാബിയെ, യമനിന്റെ ഭരണാധികാരിയായിരുന്ന ആളിനെ, ഖുബാ പള്ളിയിലെ ഇമാമത്തിന്റെ ജോലി ഉണ്ടായിരുന്ന വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മുആദേ, നീ മുനാഫിക്കെന്ന് വിളിച്ചോ? അതേ നബിയെ, സംശയം കൊണ്ട് പറഞ്ഞതാ. എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ മുആദ് തങ്ങൾ കാര്യം പറഞ്ഞു. നിസ്കാരത്തിൽ കൈ അഴിച്ചിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് പോയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. നബി തങ്ങൾ അയാളോട് ചോദിച്ചു, ശരിയാണോ? അതേ നബിയെ. എന്താ നീ അങ്ങനെ ചെയ്തത്? ഇദ്ദേഹം ഇവിടെ വന്ന് ജമാഅത്ത് കഴിഞ്ഞ് അവിടെ വന്നിട്ട് ഇമാമത്ത് നിന്നിട്ട് വലിയ സൂറത്ത് ഓതുമ്പോ എനിക്ക് മൂത്രത്തിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഈ പിറകിൽ എത്രയെന്നും പറഞ്ഞാ നിൽക്കുക. അതുകൊണ്ട് ഞാൻ കൈ അഴിച്ചിട്ട് പോയതാ. നേരെ നീതിമാനായ ഭരണാധികാരി അഷ്റഫുൽ ഖൽഖ് മുആദ് തങ്ങളെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, അഫത്താനുൻ യാ മുആദ്, അഫത്താനുൻ യാ മുആദ്. മുആദേ, നീ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുന്നവനാണോ? വെറും ഫിത്നയല്ല. മഗ്രിബ് ഇശായിനിടയിൽ ഫിത്ന ഉണ്ടാക്കുന്നവരുടെ പേര് ഫത്താൻ എന്നല്ല, മുഫ്തിനീങ്ങൾ എന്നാണ്. മഗ്രിബ് ഇശായിനിടയിൽ ഇരുന്നിട്ട് വട്ടം കൂടി ഫിത്ന ഉണ്ടാക്കുന്ന മുഫ്തിനീങ്ങളാണ്. പക്ഷെ ഈ പറഞ്ഞത് ഫത്താൻ എന്ന് പറഞ്ഞ ഫഅലു വസ്നാൻ, വല്ലാതെ ഫിത്ന ഉണ്ടാക്കുന്നവനെന്നാണ്. അപ്പൊ മുആദ്, നീ നാട്ടിൽ വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്നവനാണല്ലേ, എന്തിനാ മുആദ് തങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? കള്ളു കുടിച്ചോ, പെണ്ണു പിടിച്ചോ, പലിശ വാങ്ങിയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഒന്നുമില്ല. എന്താ സംഭവിച്ചത്? നിസ്കാരത്തിൽ വലിയ സൂറത്തോതി മഅ്മൂമീങ്ങളെ ഇടങ്ങേറാക്കി. ഈ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നമ്മുടെ പള്ളിയിലെങ്ങാനും ഒരു ചെറിയ സൂറത്തോതിയിട്ട് എങ്ങനെയെങ്കിലും ആ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു നോക്ക്. അപ്പോഴും വരും രണ്ടാമത്തെ അഭിപ്രായം, നമ്മുടെ മൊയ്ലിയാർക്ക് എന്നും ഒരു കുൽഹു അല്ല, കുൽഹു അല്ല, കുൽഹു അല്ല. അതൊക്കെ അപ്പുറത്തെ പള്ളിയിലെ ഉസ്താദ് എത്ര സമയം എന്ന് വെച്ചാ ഓതുന്നേ. അദ്ദേഹം പഠിക്കാത്ത ആൾ ഇയാൾ പഠിച്ച ആളും കൊണ്ടാ. ഇയാൾ പഠിച്ചോണ്ടാ പെട്ടെന്ന് ഓതി വിടുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദുആ ആയാലും നിസ്കാരമായാലും പ്രസംഗമായാലും നീട്ടിക്കൊണ്ടു പോവരുത്. 2 മണിക്കൂർ മുമ്പ് അൽഹംദുലില്ലാ ഇനിയും വേണമായിരുന്നു, അപ്പോഴും നിർത്തണം. അല്ലാതെ ഒന്ന് നിർത്തി, കാലം ഒന്ന് നിർത്തിയാലല്ലാതെ പോകാനും പറ്റൂലല്ലോ എന്ന് പറയുന്നൊരവസ്ഥ വരുത്തരുത് ആരും. അതല്ലേ നല്ലത്. അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മുടെ വിഷയം അവിടെയാണ്. ശുദ്ധീകരണത്തിൽ വലിയ വലിയ ഒരു പരിധി വിടുന്ന ഒരു സാഹചര്യം അതൊരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഒരിക്കൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, വുളൂ എങ്ങനെയാ? റസൂൽ വുളൂ ചെയ്തു കൊടുത്തു, കാണിച്ചു കൊടുത്തു. നബി തങ്ങള് എല്ലാം 3 പ്രാവശ്യം ചെയ്തു. മുൻകൈ 3 പ്രാവശ്യം കഴുകി, അറിയല്ലോ. അങ്ങനെ 3 പ്രാവശ്യം വീണ്ടും ചെയ്തതിനു ശേഷം അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹക്കദൽ വുളൂ, ഇങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത്, ഇങ്ങനെയാണ് ഒന്നുവെടുക്കേണ്ടത്. പെങ്ങളെ പഠിച്ചു വെച്ചോ. 3ൽ അപ്പുറത്ത് 4ാമത് മുഖം കഴുകിയാൽ, 4ാമത് കൈ കഴുകിയാൽ, 4ാമത് തല തടകിയാൽ, 4ാമത് ചെവി തടകിയാൽ, 4ാമത് വീണ്ടും കാലിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് നിന്നാൽ റസൂലുള്ളാഹ് പറയുന്നു, അസാ വതഅദ്ദാ ഫളലമാ.
അവൻ ചെയ്തിരിക്കുന്ന മോശമാണ്. തഅദ്ദ, അവൻ പരിധി വിട്ടവനാണ്. ലലമ, അക്രമിയാണ്. വേണ്ട, 3 വട്ടം നമ്മൾ ചെയ്താ മതി. 3 വട്ടം ചെയ്താ മതി. നമ്മൾ ഈ ഒളു കൊടുക്കാൻ എത്ര വെള്ളം വേണം? നമുക്ക് ഒളു കൊടുക്കാൻ എത്ര വെള്ളം വേണം? ഞാൻ പറയുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യമാണ്. നമ്മൾ ഈ വിഷയം ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ പള്ളിയിൽ വീട്ടിൽ നിന്ന് ഒളു കൊടുത്തുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. സത്യത്തിൽ അതാ ചെയ്യേണ്ടത്. ഖുബാ പള്ളിയുടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, മൻ തവല്ലഅ ഫീ ബൈതിഹി ثم خرج الى مسجد قباء صلى ركعتين. അള്ളാന്റെ റസൂൽ പറഞ്ഞ കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കാൻ. റൂമിൽ നിന്ന് ഒതുവെടുത്ത് ഖുബാ പള്ളിയിൽ വന്ന്, അത് ഖുബായില് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് അങ്ങനെ ചെയ്യേണ്ടത്. എന്താ രീതി എന്നറിയോ? ബാങ്ക് കേൾക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് റാഹത്തായിട്ട് നടന്ന് പള്ളിയിൽ വന്ന് വീട്ടിൽ നിന്ന് തഹിയ്യത്ത് റവാത്തിബ് നിസ്കരിച്ച് നേരെ പള്ളിയിൽ വന്ന് കയറി ഏത്തിക്കാഫിന്റെ നിയത്തോടുകൂടി കയറി തഹിയ്യത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കണം. ഇഖാമത്ത് കൊടുക്കുമ്പോൾ എഴുന്നേക്കണം, നിസ്കരിക്കണം, പെട്ടെന്ന് തന്നെ പോകണം, വീട്ടിൽ പോയി ബാക്കി റവാത്തിബ് നിസ്കരിക്കണം. അതാണ് അതിന്റെ ശൈലി, അതാണ് അതിന്റെ അദബ്. നമ്മൾ ഇനി ചെയ്യേണ്ടി വരും. അങ്ങനെ സുന്നത്തിലേക്ക് തന്നെ നമ്മൾ അല്ലാഹു തആല നമ്മൾ മടങ്ങാത്തോടെ നമ്മളെ മടക്കിക്കൊണ്ട് പോകും അല്ലാഹു തആല. പള്ളിയിൽ വെള്ളമില്ല, പിന്നെ എവിടെ നിന്ന് ഒളു കൊടുക്കും? വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഒളു കൊടുത്തുകൊണ്ട് വരുന്നൊരു സാഹചര്യം വരും. ഇല്ലെങ്കിൽ ഇത് സൂക്ഷിച്ചോളെ. എത്ര വെള്ളം വേണം നമുക്ക് ഒളു കൊടുക്കാൻ? എത്ര വെള്ളം വേണം നമുക്ക് കുളിക്കാൻ? നമുക്ക് റോൾ മോഡൽ ആരാ? നമ്മളെല്ലാ കാര്യങ്ങൾക്കും റോൾ മോഡൽ നമ്മുടെ നായകനല്ലേ, ഹബീബായ പ്രവാചകരല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് തങ്ങളാ പറയുന്നത്, 10 വർഷം റസൂലുള്ളാഹിനെ ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ മുദ്ദി വയഗ്തസിലു ബിസ്സാഇ. നബി തങ്ങൾക്ക് ഒളുവെടുക്കാൻ ഒറ്റ മുദ്ദ്, കുളിക്കാൻ ഒരു സാഅ്. ഇപ്പം റമളാൻ അടി കൂടുന്ന മൊത്തം മുദ്ദ് സാഅ് കണക്ക് പറഞ്ഞിട്ടാ. ചില ആളുകൾ അവിടെ നിന്നൊരു കോപ്പ് കൊണ്ടുവരും, ഇവിടെ നിന്നൊരു പാത്രം കൊണ്ടുവരും. ആകെ 2 300, 2 400, 2 500, 2 600 ഇതൊന്നും വേണ്ടല്ലോ. ഇതെത്രാന്ന് വെച്ചാല് നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് അധികം കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ നോക്ക്, നബി തങ്ങൾക്ക് ഒളുവെടുക്കാൻ ഒരൊറ്റ മുദ്ദ് വെള്ളം. എത്ര? ഒരു മുദ്ദ് ലിറ്റർ കണക്കിന് നോക്കിയാൽ 600 മില്ലി വെള്ളം. 1 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ 3/4 കുപ്പി വെള്ളം മതി അള്ളാഹുവിന്റെ ഹബീബിന് wudu ചെയ്യാൻ. 1 ലിറ്റർ മിനറൽ വാട്ടർ എടുത്താൽ അതിന്റെ 3/4 ഭാഗം വെള്ളം മതി നബിതങ്ങൾക്ക് wudu എടുക്കാൻ. ബാക്കി കേട്ടോ, കൂടെ കേട്ടോളി. കുളിക്കാനോ ഒരു സാഴ്, 4 മുദ്ദാണ് ഒരു സാഴ്. അപ്പൊ എത്ര? 2 ലിറ്ററും 400 മില്ലി ലിറ്ററും എന്ന് പറഞ്ഞാൽ 3 കുപ്പി വെള്ളമെടുത്താൽ 1 ലിറ്ററിന്റെ 3 കുപ്പി വെള്ളമെടുത്താൽ അതിൽ 2 ഫുൾ കുപ്പിയും 1 കുപ്പിയുടെ പകുതിയും മതി എന്റെയും നിങ്ങളുടെയും നായകന് കുളിക്കാൻ. ഇത് റസൂലുള്ളാഹിന്റെ ശൈലി എന്ന് അനസ് തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ. ആരോടാ ചോദിക്കുന്ന? ഇബ്നു അബ്ബാസ് തങ്ങളോടാണ്. ഇബ്നു അബ്ബാസ് തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ എനിക്ക് ഒളുവെടുക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങളെ, എനിക്ക് ഒളുവെടുക്കാൻ എത്രയാ വെള്ളം വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ബിൽ മുദ്ദി, ഒരു മുദ്ദ് വെള്ളമാണ്. എനിക്ക് കുളിക്കാൻ എത്ര വെള്ളമാ വേണ്ടത്? സാഉനൊരു സാഉ വെള്ളമാണ്. സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞുവത്രേ, എനിക്കത് തികയൂല, എനിക്കത് പോരാ. ഒളുവെടുക്കാൻ ഒരു മുദ്ദും പോരാ, കുളിക്കാൻ ഒരു സാഴും പോരാ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ലാ ഉമ്മലക്, ലാ ഉമ്മലക്. അവരുടെ ഒരു തരം ദേഷ്യം വരുമ്പോഴുള്ള വാക്കാണ്. എന്റെ അർത്ഥമൊന്നും പറയണ്ട, ചുമ്മാ ഇരിക്കടാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥം പറയാം. ലാ ഉമ്മലക്. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഖദ കഫാ മൻ ഹുവ ഖൈറും മിൻക റസൂലുള്ളാഹ്. എടോ, നിന്നേക്കാൾ ശ്രേഷ്ഠനായ റസൂലുള്ളാഹ് ഇത് മതിയല്ലോ, പിന്നെ നിനക്ക് പോരെന്നോ? നിനക്ക് പിന്നെ പോരെന്നാണോ? സഹോദരങ്ങളെ, നീട്ടുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിൽ ഒരിക്കലും നമ്മൾ അമിതം കാണിക്കാൻ പാടില്ല, ദുർവയം കാണിക്കാൻ പാടില്ല. സഅദ് റളിയല്ലാഹു അൻഹു ഒളുവെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി റസൂലുള്ളാഹ് നടന്നു പോകുന്നു. സഅദ് തങ്ങൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ ഹാറ സർഫ്, എന്തിനാ ഇങ്ങനെ അമിതം കാണിക്കുന്നത്?
സഅദ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ട് സഅദ് തങ്ങൾ ചോദിച്ചു, നബി അഫിൽ വുളു ഇസ്റാഫ്, വുളു എടുക്കുന്നതിൽ ഇസ്റാഫ് ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഉണ്ടല്ലോ. വഇൻ കുന്ത അലാ നഹരിൻ ജാരിൻ. ഞാൻ ചോദിക്കട്ടെ, വുളു 3 പ്രാവശ്യം കഴുകിയാൽ മതി. നമ്മൾ ഇവിടെ നിന്ന് നേരെ തോട്ടിലേക്ക് ഇറങ്ങി, ഇഷ്ടം പോലെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ട്. 4 വട്ടം ചെയ്താൽ എന്താ പ്രശ്നം? നമ്മുടെ അങ്ങനെയാണ് ഈ ബുദ്ധിജീവികളായ ഈ പറയുന്ന എക്സ് മുസ്ലിം ഉണ്ടായത്. ഈ എക്സ് മുസ്ലിം ഉണ്ടായത് ഇവിടെയാണ്. എങ്ങനെ? കുബുദ്ധിജീവികൾ. അവര് ബുദ്ധി കൊണ്ടെന്നോ ചിന്തിക്കും. റസൂലുള്ള പറയുന്നു, വലൗ കുന്ത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും നീ 3 വട്ടം ചെയ്താൽ മതി. ബുദ്ധിജീവികളെ ചോദിക്കടാ, ഒഴുകുന്നെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഒഴുകി പോവേലേ, 4 വട്ടം ചെയ്താൽ എന്താ? എടാ, ഈ ഒളു എടുക്കണമെന്നും ഇത്ര പ്രാവശ്യം കഴുകണമെന്നും ഇബാദത്താക്കി നമ്മളെ പഠിപ്പിച്ചെന്ന് അള്ളാന്റെ റസൂല് പറയാണ്. അങ്ങനെ ചെയ്യാവൂന്ന് നമ്മൾ പറയുന്നു. 4 ചെയ്താൽ എന്താ കുഴപ്പമൊന്നും? 4 വേണ്ട, 3 മതിയെന്ന് പഠിപ്പിച്ചെന്നാരാൻ? അതുകൊണ്ട് ഒരിക്കലും വെള്ളത്തിൽ ദുർവ്യയം പാടില്ല, ഒരിക്കലും വെള്ളത്തിൽ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, വെള്ളത്തെ മലിനമാക്കാൻ പാടില്ല, വെള്ളത്തെ മലിനമാക്കാൻ പാടില്ല. സാമൂഹ്യ വിരുദ്ധരുള്ള കാലമാണ്. ഒരിക്കലും എന്റെ സഹോദരങ്ങളെ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാലിന്യം ഒഴുക്കരുത്. ഒഴുകുന്ന വെള്ളത്തിൽ നമുക്കാകാം മലമൂത്ര വിസർജനം നിരോധിച്ചിട്ടില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുറഞ്ഞൊഴുകുന്ന വെള്ളത്തിലും ഇതെല്ലാം അല്ലാഹു ഹറാമാക്കിയതാ. മലിനമാക്കരുതേ സഹോദരങ്ങളെ. ആ ഭാഗത്തേക്ക് പോയാ വിശാലമായ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ഒരാൾ പോലും ആ വെള്ളത്തെ നിങ്ങൾ മാലിന്യമാക്കരുത്, നിങ്ങളതിനെ മോശമാക്കരുതെന്ന് പഠിപ്പിച്ചത് ആരംഭപ്പൂവായ ഹബീബല്ലേ, അവിടുത്തെ നാവ് കൊണ്ടല്ലേ പഠിപ്പിച്ചത്. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വെള്ളത്തിനോട് നമുക്കുള്ള കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ്? ദുർവ്യയം ചെയ്യാതെ, അതിനെ മാലിന്യമാക്കാതെ, അത് വളരെ വൃത്തിയോടെ വെടിപ്പോടെ നമ്മൾ മിതത്വത്തോടെ ആ വെള്ളം ഉപയോഗിക്കുമ്പോഴാണ് ആ വെള്ളത്തോടുള്ള നന്ദിയായി നമുക്ക് അള്ളാഹുവിനോട് കടപ്പാട് നിർവഹിക്കാൻ കഴിയുക. സഹോദരങ്ങളെ, നമുക്ക് റബ്ബിനോട് ചോദിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ മഴയാണ്. ഒമാനിലെ മഴ പെയ്ത് നമ്മൾ കണ്ടല്ലോ. ഒമാനിലെ മഴ എന്തായിരുന്നു? ഒരു 37 പേരും മരിച്ചു ഒറ്റ ഒരു ചെറിയ വെള്ളപ്പൊക്കത്തിൽ. ദുബായിൽ പല ഭാഗങ്ങളിലും മഴ ഇതുവരെയും മാറിയിട്ടില്ല. ഞാൻ അതിനുശേഷമുള്ള 1-2 വേദികളിൽ ഞാൻ ഉണർത്തിയിരുന്നു. നമുക്ക് പ്രളയം വന്നപ്പോ സഹായിച്ചത് പ്രവാസികളാണ്. പൈസ എല്ലാം അയച്ചു തന്നത് അവരാ. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പള്ളിക്കായാലും മദ്രസക്കായാലും ഒക്കെ സഹായിക്കുന്നത് മലയാളി സുഹൃത്തുക്കളാ, പ്രവാസികളാ. അറബികളാണെങ്കിൽ പോലും ആ അറബികളെ ഈ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നന്നായിട്ട് ഒന്ന് ഈ സോപ്പിട്ട് പതച്ചെടുക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളാണ്. ആ മലയാളി സഹോദരങ്ങൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നാൽ അവര് നമുക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നു, അല്ലേ? എന്നാൽ ഈ പാവപ്പെട്ട ഗൾഫ് പ്രവാസികൾക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ദുരന്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അവർക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പള്ളികളിലൊക്കെ ദുആരന്നു, അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ എത്രയോ പള്ളികളിൽ ദുആരക്കാൻ മറന്നു. മദ്രസ കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഗൾഫുകാർ വേണം, അറബി കോളേജ് വേണമെങ്കിൽ ഗൾഫുകാർ വേണം, പെണ്ണിനെ കെട്ടിക്കാൻ വിദേശത്ത് പ്രവാസികൾ ഉണ്ടാകണം. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ അവർക്കൊരു വിഷമം വന്നപ്പോൾ, അവരുടെ സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയപ്പോൾ, അവർക്ക് കുടിക്കാനും കുളിക്കാനും പറ്റാത്ത അവസ്ഥയിൽ മഴ സമൃദ്ധമായി പെയ്യുമ്പോഴും അവർക്ക് കുടിവെള്ളം കിട്ടാതെ വന്നപ്പോ, എല്ലാ നിലയിലും അവരുടെ ഓഫീസുകളും ഫയലെല്ലാം വെള്ളം കയറി നശിച്ചപ്പോ ഒന്ന് ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കാൻ പോലും നമ്മളിൽ പലരും മടിച്ചവരല്ലേ? അള്ളാഹു നമുക്ക് നന്ദി ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ്. എനിക്ക് ഭക്ഷണം തരുന്ന ഒരാളോട് ഞാൻ നന്ദി കാണിക്കണം, എന്നിട്ടേ ഇതിന്റെ ഒക്കെ ദാതാവായ പടച്ചവൻ നന്ദി സ്വീകരിക്കൂ. ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അള്ളാഹിനോട് നന്ദി കാണിക്കില്ലെന്നാണ് ഹദീസ്. അതാണ്. അപ്പൊ നമുക്ക് നന്ദി ഉണ്ടാവണം. നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് മഴ പെയ്തിരുന്നെങ്കിൽ എന്നാണ്. മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മലബാർ ഭാഗത്ത് ഒരാളൊരു ടാങ്കൊക്കെ ഫിറ്റ് ചെയ്ത് അയാളെ വീട്ടിൽ മാത്രം മഴ, നിങ്ങൾ കണ്ടു കാണും, വലിയ വാർത്തയായതാണ്. അയാളെ വീട്ടിൽ മാത്രം മഴ. അതിനുള്ള സംവിധാനം, കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യരങ്ങനെയാണല്ലോ, വെറുതെ ഇരുന്ന് കണ്ടുപിടിക്കുകയാണ്. ഓരോ കണ്ടുപിടുത്തങ്ങള് അവർക്ക് വലിയ വലിയ
വലിയ എഞ്ചിനീയർമാരാകാനുള്ള കഴിവുള്ള ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലെ ചെറിയ മക്കൾക്ക് ഉണ്ട്. വലിയ കണ്ടുപിടുത്തമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 24 മണിക്കൂറും തണുപ്പാ, മഴയാണ്. കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പ്രത്യേക സംവിധാനത്തെ ടാങ്ക് ഒക്കെ ഫിറ്റ് ചെയ്തു വളരെ കുറഞ്ഞ പൈസക്ക് എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. താഴെ വീടുന്ന വെള്ളം വീണ്ടും അതിനെ കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്ത് വീണ്ടും ഇങ്ങനെ വീട് എപ്പോഴും മഴ. ആ വീട്ടിൽ മാത്രം മഴ. അത് വളരെ കൗതുകത്തോടെ കാണുന്നു. ചോദിക്കട്ടെ, ഈ മഴ പെയ്യിപ്പിക്കാൻ വെള്ളം എവിടെ നിന്ന് കിട്ടി? ഈ മഴ പെയ്യിപ്പിക്കാൻ വെള്ളം എവിടെ നിന്ന് കിട്ടി? ഇവിടെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? നമുക്ക് വേണ്ടത് മഴയാണ്. ആ മഴ വേണമെങ്കിൽ നമ്മൾ കൃത്രിമ മഴ സംഘടിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മഴ പെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ നമ്മൾ ചെയ്തത് കൊണ്ടോ. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, മരത്തില് കാച്ചില്ലെങ്കിൽ ചൂല് കെട്ടിയിട്ടാൽ മതി. പെണ്ണുങ്ങളാണ് ഇതിന്റെയൊക്കെ നിർമ്മാതാക്കള്. പെണ്ണുങ്ങളാണ് പറയുന്നത്, ഏതെങ്കിലും മരത്തിൽ വന്നില്ലെങ്കിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സാധനം നട്ടു, റംബൂട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തൈ വെച്ചു, അത് ഒരു കാരണവശാലും കായ് ഫലം തരുന്നില്ലെങ്കിൽ ചില പെണ്ണുങ്ങൾ പറയും അതിനെ കുറ്റിച്ചൂല് കെട്ടിയിട്ട് കൊടുത്താൽ മതി, അത് കായ് തരുമെന്നാണ്. കാരണം എന്താ? അവർ പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഇത് നാണം കെട്ട് പണ്ടാരടങ്ങുമെന്നാണ്. ഈ പറയുന്ന സാധനം നാണം കെട്ടിട്ട് നമുക്ക് ഫലം തരും. ഇത് ആരുടെ തൈ പറയുന്നേ? ഇത് എന്തായി കേൾക്കുന്നേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഉജാല കലക്കി മിനറൽ വാട്ടറിൽ ഉജാല കലക്കി വെച്ചാൽ പട്ടി കയറൂല? എത്ര ആളുകൾ ഫോട്ടോ ഇട്ടിരിക്കുന്നു, 4 സൈഡിലും ഉജാല കുപ്പി വെച്ചിരിക്കുന്നു, അതിനിടയിൽ പട്ടി സുഖമായിട്ട് കിടന്നുറങ്ങുക. പട്ടിയെ ഉറക്കി കിടത്തിയിട്ട് ഉജാല കൊണ്ട് വെച്ചതല്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും ഒക്കെ പറയുന്നതാണ്. പൈസ വന്ന് കയറാൻ മണി പ്ലാന്റ് വെച്ചാൽ മതി. അടുക്കളയില് കാട്, ബാത്റൂമില് കാട്, കൊമ്പേറ് കയറുന്നതല്ലാതെ ഒരു വീട്ടിലും പൈസ കയറിയില്ല ഇതുവരെ. ഇതൊക്കെ ആരായി പഠിപ്പിക്കുന്നേ? എന്നാൽ നിങ്ങൾക്ക് എത്രയോ സമ്പത്ത് വീട്ടിൽ വന്ന് കയറാൻ മാർഗം ഇസ്ലാം പഠിപ്പിച്ചു. ചെയ്യില്ല, അതാരും ചെയ്യില്ല. ഒരു മരത്തിൽ കായ വന്നില്ലെങ്കിൽ അത് വരാനുള്ള പണി വിശുദ്ധ ഹദീസിലും അതുപോലെ തന്നെ നബിതങ്ങളുടെ ചര്യയിലും പഠിപ്പിച്ചിട്ടുണ്ട്. മഴ പെയ്യാൻ വിശുദ്ധ ഖുർആൻ ഒരു വഴി പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞ പണി എന്താണെന്നറിയോ? മഴ പെയ്യണോ? എഴുതി വെച്ചോ. ഖുർആനിന്റെ അധ്യാപനമാണ്. മഴ പെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഗ്രഹിക്കുന്നവരല്ല, ഒരു സമൂഹത്തിന്റെ നന്മയാണ്. എല്ലാവരും തീരുമാനം എടുത്തോളി. 100 എണ്ണം നമ്മുടെ ഈ ഓരോ ദിവസവും നമ്മൾ മുടങ്ങാതെ ചൊല്ലുമെന്ന് ഒരു ദിക്റാണ്, ഒരൊറ്റ ദിക്ർ. ഒരു 100 എണ്ണം ചൊല്ലിയേക്ക് നമുക്കും നാടിനും ഗുണകരമാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ നിറഞ്ഞിരിക്കുന്ന സദസ്, ആ സദസ്സിൽ അതാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്നു, തങ്ങളെ എനിക്ക് കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി മക്കളില്ല. ഒരാൾ എഴുന്നേറ്റു, ഉടനെ പറഞ്ഞു, അദ്ദേഹം പറയാണ് എന്റെ നാട്ടിലും മഴയില്ല. ഒരാൾ വീണ്ടും എഴുന്നേറ്റ്, അയാൾ പറഞ്ഞു എനിക്ക് ആകെ ദാരിദ്ര്യമാണ്, പൈസയില്ല. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് കൃഷി ഇറക്കിയിട്ടതിൽ ഫലമൊന്നുമില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ സമയത്തെ ഹസനുൽ ബസരി തങ്ങൾ 4 പേരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് ചൊല്ലിക്കോ, മുടങ്ങരുത്. അല്ലാഹു നിനക്ക് മക്കളെ തരുവടാ. മറ്റൊരുത്തനോട് പറഞ്ഞു നിന്റെ നാട്ടിലും മഴ തരുമടാ. ഒരാളോട് പറഞ്ഞു നിനക്ക് മണി പ്ലാന്റ് വെക്കേണ്ട പൈസ ഇട്ടുവടാ. വേറൊരാളോട് പറഞ്ഞു കുറ്റിച്ചൂല് മരത്തിൽ കെട്ടണ്ട, നിനക്ക് നല്ല ഫലം കിട്ടുമെടാ എന്ന് പറഞ്ഞു. ആ സമയത്ത് 5ാമതൊരാൾ എഴുന്നേറ്റ് ചോദിച്ചു. 4 പേരും ചോദിച്ച 4 വ്യത്യസ്ത ചോദ്യങ്ങളല്ലേ? അതിന് 4 പേർക്കും വ്യത്യസ്ത മറുപടിയല്ലേ കൊടുക്കേണ്ടത്? എല്ലാവർക്കും കൊടുത്ത മറുപടി ഒന്നാണല്ലോ. ഹസൻ ബസരി തങ്ങളെ നിങ്ങൾക്ക് തെറ്റിപ്പോയോ? ആ സമയത്തെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സഹോദരങ്ങളെ, എന്റെ ശിഷ്യന്മാരെ, ഞാനല്ല നിങ്ങൾക്ക് മറുപടി തന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ മറുപടിയാണ്. അല്ലാഹ് സൂറത്തുൻ നൂഹിൽ പറഞ്ഞത് എന്താ? ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ
ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അല്ല പാപം പുറത്തു തരുന്നതാണ്. അതാണ് മർമ്മപ്രധാനമായ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടം. നിങ്ങളുടെ എല്ലാ പാപങ്ങളും അല്ല പുറത്തു തരുന്നതാണ്. അതിന് പുറമെ നിങ്ങൾക്ക് അല്ല തരുന്നത്, ഇസ്തിഗ്ഫാറിലൂടെ തരുന്നത് എന്താണെന്നറിയോ? സമൃദ്ധമായി ആകാശത്തിൽ നിന്ന് നിങ്ങൾക്കല്ല മഴ തരുന്നതാ. എന്നിട്ടോ മണി പ്ലാന്റ് വെക്കണ്ട, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കല്ല സമ്പത്ത് തരുന്നതാണ്. ധാരാളം മക്കളെ നിങ്ങൾക്കല്ല തരുന്നതാ, ധാരാളം മക്കളെ തരുന്നതാണ്. ആരോ പറഞ്ഞു മക്കളില്ലേ? തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തോട്ട് പോകുന്ന ഒരു പാറയുണ്ട്. ആ പാറയിൽ കൊണ്ടുവന്നിട്ട് ഉരുളിക മെഴുത്തിയാ മതി മക്കളെ കിട്ടും പോലും. വേങ്ങോടുള്ള നിനക്ക്, പാലോടുള്ള നിനക്ക് കുഞ്ഞുണ്ടാകാൻ തമിഴ്നാട്ടിൽ ചെന്നിട്ട് നീ ഉരുളി കമത്തിയാൽ എങ്ങനാണോ മക്കൾ ഉണ്ടാവുന്നത്? ഖുർആനിലില്ലേ സുന്നി? ഖുർആനിലില്ലേ സുന്നി? നോക്ക്, ഇവിടെ ഉണ്ടല്ലോ അല്ല പറഞ്ഞത്, നിനക്ക് മക്കളെ വേണോ എന്നാൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ചില ആളുകൾ പറഞ്ഞു അത് വേണ്ട. അവിടെ നിപ്പുറത്ത് ആറ്റാങ്കര പോകുന്ന വഴിയിലൊരു മരമുണ്ട്, പാലമരമാണ്. ആ പാലമരത്തിന്റെ ശിഖരത്തിൽ കൊണ്ടുവന്ന് തൊട്ടിൽ കെട്ടി കരിവള വാങ്ങിയിട്ടോ കുഞ്ഞുണ്ടാവും. അപ്പോഴും വീട്ടിനകത്തിരിക്കുന്ന ഖുർആൻ പൊടിയടിച്ചിരിക്കട്ടെ. ഭർത്താവ് മരിച്ചില്ലല്ലോ ഉസ്താദേ ഖുർആൻ എടുക്കാൻ. വാപ്പ മരിച്ചാലല്ലേ ഖുർആൻ എടുക്കേണ്ടി? അല്ല, നിനക്ക് കുഞ്ഞുങ്ങള് വേണോ? കരിവള വാങ്ങലല്ല. നീ ഖുർആൻ എടുത്തിട്ട് നീ നോക്ക് സൂറത്തു നൂഹില്, യുംദിദുകും ബിഅംവാലിൻ വബനീൻ. നിനക്ക് സമ്പത്ത് കിട്ടും, നിനക്ക് സന്താനങ്ങളെ കിട്ടും. കിട്ടുമെന്നല്ല, യുംദിദുകും. മദ്ദ എന്ന് പറഞ്ഞ നീളത്തിൽ എന്ന് പറഞ്ഞ എന്താ? വീട്ടുമുറ്റത്ത് കളിക്കുന്ന മക്കളെ കൊണ്ട് അല്ലാഹു തആല നിനക്ക് ഭാഗ്യം തരും. വീട്ടുമുറ്റത്ത് നിനക്ക് നീണ്ട് നിവർന്ന് നിൽക്കുന്ന മക്കളെ അല്ല തരും. പൈസ അല്ല ഇഷ്ടം പോലെ നിനക്ക് തരും. നീ ഇസ്തിഗ്ഫാർ ചൊല്ല്, തീരുന്നില്ല. وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا. നിനക്ക് അല്ലാഹു തആല തോട്ടങ്ങളും അരുവികളും നിനക്ക് അല്ലാഹു തരുന്നതാണ്. ഇതിനെല്ലാത്തിനും കാരണം ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. എത്ര ചൊല്ലണം? ഇന്നേ വരെ ഒരു കളങ്കമില്ലാത്ത, ഇന്നേ വരെ ഒരു തെറ്റ് ചെയ്യാത്ത നമ്മുടെ നായകൻ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. അറ്റ്ലീസ്റ്റ് 100 നമ്മൾ ചൊല്ലണം. അതാ ഞാൻ പറഞ്ഞത്. മക്കള് വേണോ? നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് മഴ കിട്ടണോ? നിനക്ക് തോട്ടങ്ങൾ വേണോ? എത്ര തോട്ടമല്ല തരും. ഈമാനോടുകൂടി നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ആ ചെല്ലുന്നതോടെ അള്ളാഹു നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം പടച്ച തമ്പുരാൻ തരുമെന്നാണ്. ആരും മെനക്കെടും, ആരിത് ചെയ്യും? ആരും ചെയ്യാറില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ പറയുന്നു, മഴ വേണം നമുക്ക്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാരുടെ പ്രസ്താവന വരും. കുറച്ച് 2-3 ആഴ്ച കൂടെ അങ്ങോട്ട് കഴിയട്ടെ, 1-2 മാസം കഴിയുമ്പോൾ എല്ലാ പ്രസ്താവനയും വരും. അപ്പോഴും നമ്മൾ പഠിക്കും. നമുക്ക് ഇപ്പോഴേ അങ്ങ് തുടങ്ങിയാലോ? ഇസ്തിഗ്ഫാർ 100 മുടങ്ങാതെ ചൊല്ലിക്കോ ദിവസവും. എത്ര സമയം വേണം? എന്നിട്ട് ദുആരക്ക്, പടച്ചോനെ, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ്, നിന്റെ ഖുർആനിൽ നീ പറഞ്ഞ വാക്കല്ലേ, ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് നീ എനിക്ക് മക്കളെ താ അല്ലാ, ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് എനിക്ക് പണം താ അല്ലാ, ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് എനിക്ക് മഴ താ അല്ലാ, ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ തോട്ടവും സമ്പത്തും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ബാലൻസ് ഒക്കെ താ തമ്പുരാനെ. അല്ല തരും. അവനല്ലേ പറഞ്ഞത്? അവൻ വാക്ക് മാറ്റുന്നവനല്ല. അല്ല തരും. ആ മഴ നമ്മൾ ആഗ്രഹിക്കുകയാണ്. മഴ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 2 സൈസ് മഴയാണ്. മഴ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് 2 സൈസ് മഴയാണ്. ഒന്ന് അനുഗ്രഹത്തിന്റെ മഴ. അതിന്റെ അറബിയിൽ ഖുർആനിന്റെ ഭാഷ ഗൈസ് എന്നാണ്. ഗൈസ് എന്നാണ് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചോളി. രണ്ടാമത് നിഗ്രഹത്തിന്റെ മഴ, മത്തർ എന്നാണ്. മത്തർ എന്നാണ്. നമുക്ക് വേണ്ടത് അനുഗ്രഹത്തിന്റെ മഴയല്ലേ?
നമുക്ക് വേണ്ടത് അനുഗ്രഹത്തിന്റെ മഴയല്ലേ? നോക്ക്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സൂറത്ത് ശൂറായിൽ കാണാ, നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിന്റെ മഴയാണ്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതൂ വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. അല്ലാഹു സൂറത്ത് ശൂറായിലൂടെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹു ആരെന്നറിയോ? യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതൂ, നിരാശപ്പെട്ടിരിക്കുന്ന ജനതയ്ക്ക് അനുഗ്രഹത്തിന്റെ മഴ കൊടുക്കുന്നവനാണ് അല്ലാഹ്. നിരാശപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മഴത്തുള്ളികളെ സമ്മാനിക്കുന്നവനാണ് അല്ലാഹ്. വയൻശുറു റഹ്മതഹു, എന്നിട്ട് ആ മഴ കാരണം അവന്റെ കാരുണ്യത്തെ അല്ലാഹു തആല സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയാ. അതിനെ അല്ലാഹ് പരത്തുകയാണ്. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് സ്തുതിക്കപ്പെട്ട എല്ലാത്തിന്റെയും ഉടമസ്ഥനായ സംരക്ഷകൻ അല്ലാഹുവാണ്. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന അനുഗ്രഹത്തിന്റെ മഴയുടെ പേര് ഗൈസ് എന്നാണ്. എന്നാ നോക്ക്, ഇനി ഒരു മഴ ഖുർആൻ പരിചയപ്പെടുത്തി. ആ മഴയുടെ പേര് മത്വർ എന്നാണ്. അത് അല്ലാഹു തരുന്നൊരു ശിക്ഷയായിട്ടാണ്. സൂറത്ത് നംലിൽ കാണാം, വഅംതർനാ അലൈഹിം മതറാ ഫസാഅ മതറുൽ മുൻദരീൻ വഅംതർനാ അലൈഹിം മതറാ. ആ ജനതയുടെ മേൽ ഞാൻ മഴ പെയ്യിപ്പിച്ചു. നിഗ്രഹത്തിന്റെ മഴ, അനുഗ്രഹത്തിൻ്റെതല്ല. അല്ലാഹു പെയ്യിപ്പിച്ച മഴ അദാബിന്റെ മഴയാണ്. മതറുൽ മുൻദരീ, ആ മഴ എത്ര മോശമാണ്, ആ മഴ എത്ര മോശമാണ്. കോള് വന്നു, ബൈക്ക് ഓടിച്ചു വന്നപ്പോ ആ സമയത്ത് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു. സൈഡ് സ്റ്റാൻഡിലേക്ക് ബൈക്ക് സൈഡ് സ്റ്റാൻഡ് തട്ടിവെച്ചു. എന്നിട്ട് ഇടത്തെ കാലിന് അഭയം കൊടുത്തു. വലത്തെ കാലെടുത്ത് ബൈക്കിന്റെ മറുഭാഗത്ത് ബ്രേക്ക് പെഡലിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അതാ അദാബിന്റെ മഴയങ്ങ് പെയ്യിപ്പിച്ചു. എന്താ സംഭവിച്ചത്? മുകളിൽ നിന്ന് ഉരുൾ പൊട്ടിയിട്ട് ഭീമാകാരമായ വലിയ വലിയ പാറകളോടൊപ്പം വെള്ളം കുത്തി ഒലിച്ചു വന്നു. നിമിഷ നേരം കൊണ്ട് ആളിനെ കാണാനില്ല. ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു, അവിടെ ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. എന്താ ഫോൺ വന്നത്? വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെ നിൽക്കുന്നു? ഇങ്ങോട്ടൊന്നും വരല്ലേ, ഇവിടെ മഴ പെയ്യുകയാണ്, വീട് വെള്ളത്തിന്റെ അടിയിലായി, വരല്ലേ. ഭർത്താവിനെ വിളിച്ച് ഭാര്യ പറയുന്നു, ബൈക്കിന്റെ പുറത്തിരുന്നു കൊണ്ട്, അതെ ഞാൻ വരില്ലെന്നാ, തിരിച്ചു പോകാം, നിങ്ങൾ സേഫാണോ, സുരക്ഷിതരാണോ? ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നിഗ്രഹത്തിന്റെ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ഉരുൾ പൊട്ടിയിട്ട് ഭീമാകാരമായ പർവ്വതത്തിന്റെ പാറക്കൂട്ടങ്ങൾ ആ മനുഷ്യന്റെ നേരെ വെള്ളത്തോടൊപ്പം കുത്തിയൊലിച്ചു വന്നിട്ട് ആ മനുഷ്യനെ കാണാനില്ല. 3 ദിവസം കഴിഞ്ഞ് ബുൾഡോസർ കൊണ്ട് കിളച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇരിക്കുന്നത് എങ്ങനാണോ അതുപോലെ ബൈക്കിലിരിക്കുകയാണ് മരിച്ചിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതും മഴയാണ്, ഇതും മഴയാണ്. പാലോടുകാര് കൊതിച്ചിരിക്കുന്നതും മഴയാണ്. വരല്ലേ എന്ന് നമ്മൾ കൈകൂപ്പി നിൽക്കുന്നതും മഴയാണ്. വരണേ എന്ന് കൊതിക്കുന്നത് ഗൈസ്, വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നത് മത്തർ. രണ്ടിന്റെയും മഴ അർത്ഥം മഴയെന്നാണ്. അതുകൊണ്ടാണ് മഴയില്ലാതെ വരുമ്പോ ദുആ ചെയ്യുന്നത് എങ്ങനാണ്? അല്ലാഹുമ്മ സ്ഖിനാ മത്തറാ എന്നല്ല, നീ എനിക്ക് മഴ തരണേ എന്നല്ല പറയുന്നത്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ മുരീആ ഗദഖൻ മുജല്ലിലൻ സഹൻ തബഖൻ ദായിമാ. ഇതാണ് ദുആരക്കേണ്ടത്. ഇങ്ങനെയാ ദുആരക്കേണ്ടത്. എത്ര ആളുകൾ പഠിച്ചു, എത്ര ആളുകൾ ദുആരക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ മുരീആ ഗദഖൻ മുജല്ലിലൻ സഹൻ തബഖൻ ദായിമാ. എത്ര പേര് ദുആരക്കുന്നു? അല്ലാഹ് പറയാ, നിങ്ങൾക്ക് മഴയില്ലെങ്കിൽ ദുആരെന്നോ. നമ്മൾ പറയാ, പഠിക്കാൻ പറ്റിയില്ല, നീ പറ്റുമെങ്കിൽ മഴ താ.
പിന്നെ പടച്ചവനതല്ലേ ഡ്യൂട്ടി കൊണ്ട് തള്ളിത്തരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നോളേ. ഞാൻ എന്നോടാ പറയുന്നത്, നിങ്ങളോടല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ചോദിക്കുന്ന മഴ അനുഗ്രഹത്തിന്റെ മഴയാണ്. അതുകൊണ്ട് നമ്മൾ പടച്ചവനോട് ഏത് സമയത്തും നമ്മൾ ചോദിക്കണം, മഴ അനുഗ്രഹത്തിൻ്റെതാകണം. മഴ അനുഗ്രഹത്തിൻ്റെതാകണം. ഒരിക്കലും മഴ നിഗ്രഹത്തിൻ്റെതാകരുത്, അദാബിന്റെ മഴയാകരുത്. പെയ്തങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂഹ് നബിയുടെ ജനതയെ നശിപ്പിച്ചത് എങ്ങനെയാണ്? ഖുർആൻ പറയുന്നുണ്ട്, അടുപ്പിൽ നിന്ന് വരെ വെള്ളം പൊട്ടിയങ്ങ് ഒഴുകി. അടുപ്പിൽ നിന്ന് വരെ വെള്ളം പൊട്ടി ഒഴുകി. നൂഹ് നബിയുടെ ജനതയെ അല്ലാഹു തആല നശിപ്പിച്ച നാശത്തിന്റെ പേര് വെള്ളം. അയ്യൂബ് നബിയുടെ രോഗം അല്ലാഹു ശമിപ്പിച്ച ശമനത്തിന്റെ പേര് വെള്ളം. അതാണ് അല്ലാഹു. ഇവിടെ വെള്ളം കിട്ടാതെ അമ്മ ചത്തു, അപ്പുറത്ത് അച്ഛൻ വെള്ളപ്പൊക്കത്തിൽ വീണ് മരിച്ചു എന്ന് പറയുന്നത് പോലെ ഒരേ വസ്തുവിൽ നിന്നും അല്ലാഹു തആല രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ വരുമ്പോ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ധാരണയുണ്ട്, മഴ പെയ്യുമ്പോ ഈ മഴക്കോള് വരുമ്പോ നമ്മുടെ മക്കൾ അകത്ത് കയറി അതുവരെയും തസ്ബീഹ് ചൊല്ലാത്ത അവർ സുബ്ഹാനല്ലാഹ് 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 എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് മലബാർ ഭാഗങ്ങളിൽ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ പോലും നിസ്കാരം നടത്തി. പണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകിയൊരു നിസ്കാരമുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മഴയെ തേടിയിട്ടുള്ള നിസ്കാരം മലപ്പുറത്തെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് എല്ലാ സ്ഥലങ്ങളിലും നിസ്കാരം നടന്നു മഴയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ മഴ കിട്ടുമെന്ന് ആർക്കും പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് പണ്ടൊരിക്കൊരു സ്ഥലത്ത് ഇതുപോലെ കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒക്കെ തീരുമാനിച്ച് മഴയെ തേടിയുള്ള നിസ്കാരം വെക്കാം, ഒരു ഉള്ള വെള്ളമില്ല. അങ്ങനെ എല്ലാവരോടും പ്രസംഗിച്ചു, നിങ്ങൾ കീറി പറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വരണം, കോഴിയൊക്കെ പിടിച്ചെടുത്തോളിയും, കോഴി ആടിനെ കഴിച്ചോണ്ട് പോവാൻ, ഇതെങ്കിലും കണ്ടിട്ട് അള്ളാഹു വെള്ളം തരട്ടെ. അങ്ങനെ പശുവിനെ എരുമയും പോത്തിനെയൊക്കെ കൊണ്ടുവന്നു. അപ്പോഴും ചില ആളുകൾ പറയും, എന്റെ പശുവിന്റെ അകടങ്ങാനം അപ്പുറത്തെ പെണ്ണ് കണ്ട കണ്ണേർ ഒരു പിന്നെ പാല് കിട്ടൂല, ഇവിടെ ജീവൻ കിട്ടുമെന്നറിയാൻ സംശയപ്പെട്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ അകടിലെ പാലിന്റെ കണക്ക് പറയുന്നത്. എന്തായാലും നമ്മൾ നേരെ പോയി അവിടെ ചെന്നു. ആളുകളൊക്കെ കൂടി, ഒരുപാട് കുഞ്ഞുങ്ങൾ, കുട്ടികൾ, കരച്ചില്, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, വൃദ്ധര്, മുഷിഞ്ഞ വേഷം ധരിച്ച്, കീറിപ്പറഞ്ഞ വേഷം ധരിഞ്ഞ് ദുആയോട് ദുആ അങ്ങോട്ട് തീർന്ന് നിസ്കാരം സലാം വീട്ടതോടുകൂടി പൊരിഞ്ഞ മഴ. ഇമാമ് ചാടി ഏതൊരു കടയുടെ മുമ്പത്ത് കയറി അങ്ങ് നിൽക്കുകയാണ്. കമ്മറ്റിക്കാർ എവിടെയൊക്കെ കിട്ടിയ സ്ഥലത്തൊക്കെ കയറി വലിഞ്ഞു കയറി നിന്നും മഴ കാരണം. അപ്പൊ ഒരു പെൺകുട്ടി കുടയും ചൂടി പോവുകയാണ്. അപ്പൊ മോളോട് ചോദിച്ചു, അല്ല നീ കുട കൊണ്ടുവന്നു? അവൻ പറഞ്ഞു, മഴയെ തേടിയുള്ള നിസ്കാരത്തിനല്ലേ വന്നത്. അപ്പൊ മഴ പെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കുട കൂടി ഞാൻ എടുത്തു. ഉസ്താദിന്റെ കയ്യിൽ കുടയില്ല, വടിയില്ല, കമ്മറ്റിക്കാരുടെ കയ്യിലില്ല, വടിയില്ല. നമുക്ക് ഇത്ര വിശ്വാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ മഴയില്ല. പള്ളിയിൽ വരാത്ത പള്ളിയിൽ ഈ ഭയങ്കര നിസ്കാരത്തോടെ നിസ്കാരം. ദുആ ഇല്ല എന്ന് പറയുന്നവനും ദുആ ഇരുന്ന് ദുആ ചെയ്യാൻ, പടച്ചോനെ നീ മഴതാ. പള്ളിയോട് ബന്ധപ്പെട്ട ആളുകൾ വെള്ളമില്ലാതെ വന്നപ്പോ മഴയെ ചോദിച്ച് അല്ലാഹു തആല കുറെ ദിവസം കൊണ്ട് ചോദിച്ച് സൃഷ്ടികളുടെ കണ്ണുനീര് കണ്ടപ്പോ അല്ലാഹു അങ്ങോട്ട് മഴ കൊടുത്തു. പിറ്റേന്ന് പോലും പള്ളി ശൂന്യം. അപ്പൊ ചോദിച്ചു, നീ എന്താ പള്ളി വരാത്തത്? മഴയല്ലേ, പിന്നെ എങ്ങനെ പള്ളിയിൽ വരും? അതാണ് ഈ റമദാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ 1 മണിക്ക് പള്ളിയിൽ പ്രസംഗിക്കാൻ ഇറങ്ങുന്ന ആളാ. 1 മണി, 12:50, 55, 1 മണി, ഈ 3 ടൈമിൽ ഏതെങ്കിലും ഒന്ന് പള്ളിയിൽ ഇട്ടിറങ്ങി. 1:40 വരെയൊക്കെ പ്രസംഗിക്കുക സെൻട്രൽ ജുമാ മസ്ജിദ്. ഞാൻ 1 മണിക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരു 6-7 പേര് പള്ളിക്കകത്തിരിക്കാൻ. റമദാൻ കഴിഞ്ഞ ആദ്യത്തെ ജുമയുടെ ദിവസമാണ്. ഭയങ്കര മഴ സിറ്റിയിൽ മാത്രം, വേറെ നമ്മുടെ ഉൾപ്രദേശങ്ങളിലൊന്നും മഴയില്ല. 1:10 വരെ നോക്കിയിട്ട് ആരുമില്ല. അവസാനം 1:15 കാലൊക്കെ ആയപ്പോ 50-60 പേര് വന്നു. ഞാൻ 1:25 ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മഴ തോന്നുന്നു. 4 ഭാഗത്തുനിന്ന് ആളുകൾ വന്നു. ശരിയാണ്, ജമാഅത്ത് മുടക്കാനും ജുമാ മുടക്കാനും ഒക്കെ ന്യായം പലരല്ല ഫുഖഹാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മഴ ശക്തമായാൽ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് മഴ കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാകണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. മഴ വന്നു പള്ളിയിൽ പോകൂല, നേരെ കൊടയും വടിയെടുത്തുകൊണ്ട് നേരെ പോകുന്നത് ചായക്കടയിൽ. എന്നാ പിന്നെ പള്ളിയിൽ പോയാ പോരെ? പള്ളിയിൽ പോയാൽ എന്താ പ്രശ്നം? മഴക്കാറ് വരുന്ന സമയത്ത് മക്കള് പേടിക്കും. മഴക്കാറ് വരുമ്പോ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ആ ഓട്ടം കാണുമ്പോ നമ്മൾ ചോദിക്കും, എന്തിനാ ഓടുന്നത്? എന്തിനാ പേടിക്കുന്നത്?
എന്തിനാ നിങ്ങൾക്ക് ഇത്ര പേടി? ഇത് അല്ലാഹ് അറിയാതെ എന്തെങ്കിലും വരുവോ? പടച്ചോനറിയാതെ ഇടിവെട്ടുവോ? പടച്ചോനറിയാതെ മിന്നറിയോ? പടച്ചോനറിയാതെ മഴ പെയ്യോ? എന്തിനാ നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? ഈമാനില്ലേ? അത് ഈമാനില്ലാത്തത് കൊണ്ടല്ല. ഏറ്റവും നല്ല ധൈര്യശാലിയായ, ലോകത്തെ ഏറ്റവും വലിയ ധീരനായ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ പറ്റിയിട്ട് എന്താ പറയുന്നതെന്നറിയോ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താ ചെയ്തിരുന്നത്? ഇദാ കാന യൗമുർ റീഹി വൽ ഗൈമി, മഴക്കാരൻ കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷം വന്നാൽ ഫീ വജ്ഹിഹി, സഹാബാക്കൾക്ക് നബിയുടെ മുഖത്ത് നോക്കിയാ ചിലതറിയാം. നബി തങ്ങളുടെ മുഖത്ത് നോക്കിയാ ചിലതറിയാം. നബി തങ്ങൾ ചെയ്യുന്നത് എന്താ? അക്ബല അദ്ബറ, അക്ബല അദ്ബറ. നബി മുമ്പോട്ടും പിമ്പോട്ടും നടക്കും. ഈ സിംഹത്തിന്റെ കൂട്ടില്, കടുവയുടെ കൂട്ടില് കടുവയും സിംഹവും ഉലാത്തും പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങള് മഴക്കാർ വന്നു കഴിഞ്ഞാല് മുഖത്ത് വല്ലാത്ത വിവരണത, എന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ്, ടെൻഷനാണ് റസൂലുള്ളാഹിന്. വല്ലാത്ത പേടിയാണ് നബി തങ്ങൾക്ക്, വല്ലാത്ത പേടിയാ റസൂലുള്ളാഹിന്. എന്നിട്ടോ ഫഇദാ മതറത്ത്, മഴയങ്ങ് പെയ്താ അല്ലാഹുവിന്റെ റസൂലിന് സുർറ, നബി തങ്ങളിൽ സന്തോഷം കാണാൻ പറ്റുന്നതാ. വദഹബ അൻഹു ദാലിക, ആ ഒരു പേടി അങ്ങ് മാറുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ നിങ്ങൾക്ക് പേടിയുണ്ടോ മഴ പെയ്യുമ്പോ? ഭാര്യയാണല്ലോ വീട്ടില്. ആയിഷ ബീബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഈ മഴ പെയ്യുമ്പോ, മഴക്കാറ് കാണുമ്പോ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നി ഖശീതു അയ്യകൂന അദാബാ, ഈ മഴക്കാറ് വന്ന് കൊടുങ്കാറ്റാണോ വരാൻ പോകുന്നത്? ഈ മഴക്കാറ് വന്നിട്ട് പെയ്യുന്ന മഴ വല്ലാത്ത നിഖ്മത്തിന്റെ മഴയാണോ? ഈ നാട് നശിച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. സുല്ലിതല ഉമ്മത്തി, ഇതെങ്ങാനും എന്റെ സമുദായത്തിന് വന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലോ? എന്നിട്ടോ റസൂലുള്ളാഹി ഇദാ റഅൽ മതറ റഹ്മാ, മഴ പെയ്യുന്നത് കാരുണ്യമാണെന്ന് കാണുമ്പോൾ റസൂലുള്ളാഹി സന്തോഷിക്കും, നബി തങ്ങൾ സന്തോഷിക്കും. അതുകൊണ്ട് മഴ തന്നെ കോലം മാറിയും വരും. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ പടച്ചവനോട് ചോദിക്കണമല്ല, അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് തരണം. ഇസ്ഖിനാ ഗൈസാ, അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസാ, ഞങ്ങൾക്ക് തരേണ്ട മഴ അനുഗ്രഹത്തിന്റെ മഴയാണ്. യുനസ്സിലുൽ ഗൈസ്, ആ മഴ ഞങ്ങൾക്ക് തരണം റബ്ബേ, അല്ലാതെ ഞങ്ങൾക്ക് അദാബിന്റെ മഴ തരല്ലേ അല്ലാ. ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിക്കോ, ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിക്കോ, ദാനധർമ്മങ്ങൾ ചെയ്തോ, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാരുണ്യത്തിന്റെ മഴ വർഷിപ്പിക്കും. ആ കാരുണ്യത്തിന്റെ മഴ നമുക്ക് പെയ്തിറങ്ങിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. ആ മഴ പെയ്തില്ലെങ്കിലോ കഠിനമായ ചൂട് കാരണം നമ്മൾ വെന്തുരുകി പോകും. ഒന്നുകിൽ നമുക്ക് കഠിനമായ ചൂട് സഹിച്ച് കുടിവെള്ളം നിഷേധിക്കപ്പെട്ട് സങ്കടക്കടലിൽ നമ്മൾ മുങ്ങിത്താണു പോകും. അല്ലെങ്കിലോ വെള്ളമെന്ന പേമാരി പെയ്തിറങ്ങിയിട്ട് മഴയെന്ന പേമാരി പെയ്തിറങ്ങി ആ മഴവെള്ളത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടു പോകും. ഇത് രണ്ടും പാടില്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ അള്ളാഹു നമുക്ക് ആവശ്യമായ കാരുണ്യത്തിന്റെ മഴത്തുള്ളികൾ പെയ്തു തരണം. അതിനുള്ള ഏക പരിഹാരം അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങലാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലയിലും അള്ളാഹുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ സാധുക്കളും ബലഹീനരുമായ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.